പോളിംഗ് ബൂത്തിലെത്താൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി പ്രകടന പത്രിക പുറത്തിറക്കി ഇടതുമുന്നണി. നവകേരളം എന്ന ലക്ഷ്യം മുൻനിർത്തി 60 ഇന പരിപാടിയും 950 ഇന നിർദ്ദേശങ്ങളുമാണ് LDF പ്രകടന പത്രികയിലുള്ളത്. CPIM കോഴിക്കോട് ജില്ലാ ഓഫീസിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും ആരോഗ്യക്ഷേമ മേഖലകൾക്ക് ഊന്നൽ നൽകുന്നതുമാണ് ഇടതുമുന്നണിയുടെ പ്രഖ്യാപനങ്ങൾ. ക്ഷേമ പെൻഷൻ വർധനയുൾപ്പെടെ വമ്പൻ വാഗ്ദാനങ്ങളാണ് LDFന്റെ പ്രകടന പത്രികയിലുള്ളത്. കിടപ്പ് രോഗികൾക്ക് സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ, കേരളത്തിൽ പഠനം പൂർത്തിയാക്കുന്ന എല്ലാവർക്കും ജോലി, ക്യാമ്പസ് പ്ലേസ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളും ഉറപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഒരു ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്കായുള്ള ശ്രമങ്ങൾ തുടരുമെന്നും പത്രികയിൽ പറയുന്നുണ്ട്. തുടർഭരണം സ്വപ്നം കാണുന്ന ഇടതുമുന്നണിക്ക് പ്രകടന പത്രികയിലൂടെ നേട്ടം കൊയ്യാനാകുമോ? കാണാം RDX റാങ്ക്. വികസനത്തിനും ക്ഷേമത്തിലുമൂന്നി 60 ഇന പരിപാടികളും 950 നിർദ്ദേശങ്ങളുമായാണ് LDF പ്രകടന പത്രിക പുറത്തിറക്കിയത്. നിലവിലെ വികസന തുടർച്ച വാഗ്ദാനം ചെയ്യുന്നതിനൊപ്പം പ്രത്യേക പരിഗണന ആവശ്യമുള്ള മേഖലകൾക്ക് പ്രകടന പത്രികയിൽ ഊന്നലും നൽകിയിട്ടുണ്ട്. കോഴിക്കോട് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകടന പത്രിക പ്രകാശനം നിർവഹിച്ചു. 196 പേജുകളിൽ 2 പുസ്തകമായാണ് LDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. UDFന്റെ കാലത്ത് 600 രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ 2000 ആക്കിയത് ഓർമ്മിപ്പിക്കുന്ന പ്രകടന പത്രിക അധികാരത്തിലെത്തി 3000 ആക്കി ഉയർത്തുമെന്നാണ് വാഗ്ദാനം ചെയ്യുന്നത്. കാർഷിക മേഖലയ്ക്ക് കൈത്താങ്ങാകുമെന്നാണ് പ്രകടന പത്രികയിലെ മറ്റൊരുറപ്പ്. മലയോര മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷം അവസാനിപ്പിക്കുന്നതിന് നിയമ ഭേദഗതി കൊണ്ടുവരുമെന്നും പ്രകടന പത്രികയിലുണ്ട്. ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകൾക്കും കുട്ടനാടിനും തീരദേശത്തിനുമുള്ള പാക്കേജുകൾ തുടരും. കിടപ്പ് രോഗികൾക്ക് സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ, കേരളത്തിൽ പഠനം പൂർത്തിയാക്കുന്ന എല്ലാവർക്കും ജോലി, ക്യാമ്പസ് പ്ലേസ്മെന്റ് തുടങ്ങിയ വാഗ്ദാനങ്ങളും LDF നൽകിയിട്ടുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. ഇനി LDF പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കും, കേവല ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യും, കേരളത്തിൽ പഠിച്ചാൽ ജോലി ഉറപ്പ് നൽകുന്ന ക്യാമ്പസ് പ്ലേസ്മെന്റ്, ലൈഫ് മിഷൻ 2.0 ആരംഭിക്കും, കേരളത്തെ ആദ്യത്തെ സമ്പൂർണ്ണ പാർപ്പിട സംസ്ഥാനമാക്കും, എല്ലാ വീടുകളിലും ശുദ്ധജലം ഉറപ്പാക്കും, പവർ കട്ടില്ലാത്ത കാലം തുടരും, അഭ്യസ്ത വിദ്യരുടെ സംരംഭങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകും, സ്ത്രീകൾക്ക് 50% പേർക്ക് ജോലി ഉറപ്പുവരുത്തും, തൊഴിലുറപ്പിനെ തകർക്കാനുള്ള നീക്കങ്ങളെ ചെറുക്കും, തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ, ആലപ്പുഴ, കൊല്ലം, കൊടുങ്ങല്ലൂർ മേഖലകളിൽ വാട്ടർ മെട്രോ, റബ്ബറിന് 300 രൂപയും നെല്ലിന് 35 രൂപയും നാളികേരത്തിന് 45 രൂപയും താങ്ങുവിലയുമാക്കും. അതിവേഗ റെയിൽപാതയ്ക്കായുള്ള ശ്രമം തുടരും, KSRTC പ്രവർത്തന ലാഭത്തിലാക്കും, ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും കാലോചിതമായി പരിഷ്കരിക്കും, കുടുംബശ്രീയുടെ ബാങ്ക് ലിങ്കേജ് വായ്പകൾ 10,000 കോടി രൂപയിൽ നിന്ന് 20,000 കോടി രൂപയായി ഉയർത്തും, ബാക്ക് ടു ക്യാമ്പസ് തൊഴിൽ പരിശീലന പരിപാടി പൊതുമേഖല വിപുലപ്പെടുത്തും, ടൂറിസം വളർച്ച സാധ്യമാക്കും, 1 ലക്ഷം നാനോ മൈക്രോ സംരംഭങ്ങളെ ശരാശരി 1 കോടി രൂപ വിറ്റുവരവുള്ള സംരംഭങ്ങളാക്കി ഉയർത്താനുള്ള സ്കീമുമുണ്ട്. മറ്റൊന്ന്, പരമ്പരാഗത വ്യവസായങ്ങളുടെ നവീകരണവും വൈവിധ്യവൽക്കരണവും ഉറപ്പാക്കും, കോഴിക്കോട് വിമാനത്താവളം നവീകരണത്തിന് ഭൂമി ലഭ്യമാക്കും, വയനാട് എയർ സ്ട്രിപ്പ് നിർമ്മിക്കും, കൂടുതൽ ഡിസൈനിങ് സ്മാർട്ട് റോഡുകൾ നിർമ്മിക്കും, റെയിൽവേ ലെവൽ ക്രോസിംഗുകൾ ഇല്ലാത്തൊരു സംസ്ഥാനമായി കേരളത്തെ മാറ്റും എന്നിവയൊക്കെയാണ് ഈ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളായി ഉയർത്തിക്കാട്ടാനുള്ളത്. സനീഷ്, ഇതൊരു തുടർച്ചയും പിന്നെ പുതിയൊരു കുറച്ച് കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇതിനകത്ത് ശ്യാമലി, നമ്മളിതിനെ വളരെ ഗൗരവത്തോടെ പ്രകടന പത്രികകളെ LDFൻ്റെ മാത്രമല്ല UDFൻ്റെ നമ്മൾ ചർച്ചയുണ്ടല്ലോ, UDFൻ്റെയും കാണേണ്ടുന്നൊരു സാഹചര്യം വന്നത് ഈ ഒരു 2 ടേം സർക്കാരുകൾക്കും ശേഷമാണ്. അതിനു മുമ്പ് പ്രകടന പത്രികയൊക്കെ ഉണ്ടായിരുന്നു, എല്ലായിടത്തും പ്രകടന പത്രിക നമ്മൾ കാണും. അതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് വന്നാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നാലും കേൾക്കും. പല സംസ്ഥാനങ്ങളിലായിട്ട് പ്രകടന പത്രിക നമ്മൾ കേൾക്കാറുണ്ടെങ്കിൽ അതൊരു ഗൗരവമില്ലാത്തൊരു ഷീറ്റായിരുന്നു. അവരുടെ ചില ഐഡിയകൾ അതിനകത്ത് ഉണ്ടാകുമെന്നല്ലാതെ, ഓരോരുത്തരുടെ രാഷ്ട്രീയ ഐഡിയകൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്നല്ലാതെ അതിനകത്ത് അതിൽ കൂടുതൽ ഗൗരവം സാധാരണഗതിയിൽ ഇപ്പോൾ ഞാൻ തന്നെ ജോലി തുടങ്ങിയതിന് ശേഷമൊന്നും ഉള്ള തെരഞ്ഞെടുപ്പുകളിലൊന്നും നമ്മളൊരിക്കലും പ്രകടന പത്രികയൊന്നും അങ്ങനെ ചർച്ച ചെയ്യുന്ന സാഹചര്യമേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ കിടക്കും എന്നൊരു സംഗതിയായിരുന്നു. പക്ഷേ ഈ പിണറായി വിജയൻ സർക്കാരുകൾ, 2 സർക്കാരുകൾ ഇതിനെ വളരെ ഗൗരവത്തോടെ എടുത്തു എന്ന് നമ്മൾ വസ്തുതാപരമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാകും. അതായത് പ്രകടന പത്രിക എന്ന് വെച്ചാൽ അവർ പരസ്യത്തിൽ പറയുന്നത് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്, പറഞ്ഞാൽ പിന്നെ ചെയ്യും എന്നുള്ളൊരു ലൈനുണ്ട്. അതായത് അത് മാത്രമല്ല, ആ ടേമിൻ്റെ അവസാനമൊക്കെ ആകുമ്പോഴേക്ക് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കിയിട്ട് എന്താണ് ഇതിൻ്റെ നില എന്ന് പറയും. പിന്നെ ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോൾ ഞങ്ങളിത് ആ പ്രകടന പത്രികയിൽ മുഴുവൻ നടപ്പാക്കിയിരിക്കുന്നു എന്ന അവകാശവാദങ്ങളായിരിക്കും അന്തരീക്ഷത്തിൽ വരിക. നമ്മൾ പരിശോധിച്ചാൽ കൃത്യമായിരിക്കും അവരെഴുതിയത് അവർ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ് കേട്ടില്ലേ, അതായത് 99% വരെയും ഇവർ പ്രകടന പത്രികയിൽ കംപ്ലീറ്റ് ചെയ്തു, ഫുൾഫിൽ ചെയ്തു. അപ്പോൾ ഇതൊരു വളരെ ഗൗരവമുള്ളൊരു ഡോക്യുമെൻ്റാണ് എന്ന് നമ്മൾ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടെ നോക്കാം. കാരണം LDF പുറത്തിറക്കുന്ന പ്രകടന പത്രിക
അതിനകത്തുള്ള കാര്യങ്ങൾ നടപ്പാക്കാനുള്ളതായിരിക്കും എന്നൊരു പ്രതീക്ഷ സാധാരണഗതിയിൽ LDFകാരല്ലാത്ത ആളുകൾക്കും ഉണ്ടാകും. കാരണം അവർ 2 ടേമായിട്ട് ഇത് കാണിച്ചു കൊടുത്തായതുകൊണ്ട്. അതുകൊണ്ട് ഇത് വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ അവരുടെ ഈ 10 വർഷക്കാലത്തിൻ്റെ തുടർച്ച അതിനകത്ത് വളരെ ഗംഭീരമായിട്ട് കാണാം. എനിക്ക് ഈ സർക്കാരിൻ്റെ ഏറ്റവും സന്തോഷകരമായൊരു കാര്യമായിട്ട് തോന്നിയിരുന്നത്, അത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല മുമ്പും എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി ഞങ്ങൾ നടപ്പാക്കും എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അവർ നടപ്പാക്കി എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്ത് അതിൻ്റെ പരിപാടിയെല്ലാം നടന്നു, കുറേയേറെ ആളുകളെ അതിൽ നിന്ന് മാറ്റി. അപ്പോൾ അത് പക്ഷേ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ പല ആളുകളും അതിനെ പരിഹസിക്കുകയും രാഷ്ട്രീയ എതിരാളികൾ അവരുടെ എതിരാളികളെ ചില പഴുതുകളൊക്കെ ചൂണ്ടിക്കാണിക്കുകയും വളരെ വലിയ ബുദ്ധിജീവികൾ തന്നെയും ഇതൊക്കെ എന്ത് സംഭവമാണ് എന്ന് പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്യുമ്പോഴും എനിക്കത് വളരെ സന്തോഷകരമായൊരു കാര്യമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സർക്കാർ ദാരിദ്ര്യമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങൾ 1-ാം നമ്പർ നിൽക്കുന്ന സംസ്ഥാനം തന്നെയാണ്, 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്പർ 1 സംസ്ഥാനം തന്നെയാണ്, പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ദാരിദ്ര്യമുണ്ട് എന്ന് സമ്മതിക്കുകയും എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് സമ്മതിക്കുമ്പോഴാണല്ലോ നമുക്ക് പരിഹരിക്കാൻ പറ്റുക. അങ്ങനെ സമ്മതിക്കുകയും അത് പക്ഷേ ഞങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്റ്റീജിയസ് കാര്യമാണ് എന്ന് പറയുകയും ചെയ്യുക എന്ന് വെച്ചാൽ ഒരു മഹത്തരമായ കാര്യമാണ്. നമ്മുടെ നാട്ടിലിപ്പം ഗോശാലകൾ ഉണ്ടാക്കും എന്നാരും ഇതിനകത്ത് BJP പോലും അവരുടെ പ്രകടന പത്രികയിൽ എഴുതില്ല. കാരണം ഗോശാലകളെക്കാൾ പ്രധാനമാണ് മനുഷ്യരുടെ ജീവിതം എന്ന് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പക്ഷങ്ങൾക്കെല്ലാം അറിയാം. ഈവൻ BJPക്കാർ പോലും അവരുടെ പ്രകടന പത്രികയിൽ ഗോശാലകൾ ഉണ്ടാക്കുന്ന എഴുതില്ല. ഞാൻ ഇന്ന് നോക്കിയത് അതിനകത്തൊന്നും അങ്ങനെ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്തുക, അതിന് വേണ്ട കാര്യങ്ങൾ പിന്നെ പശുക്കളെ ബുദ്ധിമുട്ടിക്കണമെന്നല്ല, പക്ഷേ ആ നിലക്കുള്ള കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നത് നമുക്കറിയാം. നമ്മുടേത് അങ്ങനെ പുരോഗമിച്ചു വന്നൊരു നാടാണ്. അപ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, അപ്പോൾ ഇത് എവിടെയോ വായിക്കുകയോ ഏതോ റേഡിയോയിലൂടെ കേൾക്കുകയോ നമ്മുടെ ചർച്ചകളിലൂടെ ഇത് കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഏതോ ഒരു വീട്ടിൽ അങ്ങേയറ്റം ദാരിദ്ര്യത്തോടുകൂടി വയറ് വിശന്ന് കിടക്കുന്ന ഒരു കുടുംബം അങ്ങേയറ്റം ആദരവോടുകൂടിയും പ്രതീക്ഷയോടും കൂടി ഈ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന വളരെ പോസിറ്റീവായിട്ടുള്ള രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയ ഈ സർക്കാർ അത് നടപ്പാക്കി എന്ന് പറഞ്ഞിട്ട് അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് അവർക്കത് നടപ്പാക്കി എന്ന് പറയുകയും അത് അനൗൺസ് ചെയ്യുകയും അത് പരിപാടിയായിട്ട് നടത്തുകയും അത് ജനങ്ങളോട് പറയുകയും അത് വെച്ച് കണ്ടില്ലേ ഞങ്ങൾ നടപ്പാക്കി എന്ന് പറഞ്ഞ് വോട്ട് സമാഹരിക്കുകയും ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരത് നന്നായിട്ട് കൊണ്ടുപോയിട്ട് നിരവധിയായിട്ടുള്ള ആളുകൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, അവരെ ദാരിദ്ര്യത്തിൽ മുക്തരാക്കി. പക്ഷേ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഞങ്ങൾ നടപ്പാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ മിണ്ടാതിരിക്കുകയല്ലോ ചെയ്യുന്നത്. അവർ പിന്നെയും ഇതാ ഈ പ്രകടന പത്രികയിലും ദാരിദ്ര്യം, ഞങ്ങൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടപ്പാക്കിയാൽ ഉടനെ എല്ലാം സ്വർഗ്ഗസമാനമായി പോയി എന്ന് വിചാരിക്കുന്നില്ല അവർ എന്നത് എനിക്ക് അവരോടുള്ള മതിപ്പൊന്നുകൂടെ കൂട്ടി. കാരണം അത് ചെയ്താലും ദാരിദ്ര്യമുള്ള മനുഷ്യരും ദാരിദ്ര്യമുള്ള വീടുകളും നമ്മുടെ നാട്ടിൽ ബാക്കിയായിട്ടുണ്ടാകും. അത് കണ്ടെത്തണം. അതിലേക്ക് ഞങ്ങൾ ഇപ്പോഴും നോക്കുന്നു. നിങ്ങൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയ നിങ്ങൾ പിന്നെയും പ്രകടന പത്രികയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടപ്പാക്കുന്നത് എഴുതി വെച്ചില്ലേ എന്ന് പറഞ്ഞ് പരിഹസിക്കും ചില രാഷ്ട്രീയ പക്ഷത്തുള്ള ആളുകളെന്ന് കണക്കാക്കാതെ അവരതും എഴുതി വെച്ച് പോയിരിക്കുന്നു എന്നുള്ളത് എനിക്ക് വളരെ 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 നല്ലതായിട്ട് തോന്നി. അതായത് ഞങ്ങൾ ടൗൺഷിപ്പുകൾ ഉണ്ടാക്കും, ഞങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും, ഞങ്ങൾ ഹൈവേ ഉണ്ടാക്കും, ഞങ്ങൾ സമ്പന്നമായിട്ടുള്ള കെട്ടിടങ്ങൾ പടുത്തുയർത്തും എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ ഒരു കണ്ണ് അവിടെയുമുണ്ട് എന്നത് എനിക്ക് LDFനോട് വലിയ സന്തോഷം ആ കാര്യത്തിൽ തോന്നി. നമുക്കറിയില്ല LDF എന്നെ വിജയിക്കുമോ എന്ന്, പക്ഷേ വിജയിച്ചാൽ ഇത് മുന്നിലുണ്ടല്ലോ എന്ന ഒരു സന്തോഷം എനിക്കതിനെക്കുറിച്ച് തോന്നി. 2016 തൊട്ട് ഈ ഇൻഫ്രാസ്ട്രക്ചർ സംഗതികളിലൊക്കെ വലിയ മാറ്റം ഉണ്ടായി എന്നുള്ളതൊക്കെ വസ്തുതാപരമാണല്ലോ ശ്യാമിലി. കാരണം നമ്മൾ കാണുമ്പോൾ എന്താ സംഭവിച്ചത്, 2016 നമ്മൾ തന്നെ എൻ്റെ ഓർമ്മയിൽ 2016 ഇവർ വരുന്ന കാലത്തിന് മുമ്പുണ്ടായിരുന്നതല്ല കേരളത്തിലെ എല്ലാ ഭാഗത്തും ഇപ്പോൾ ഹൈവേ റോഡും എല്ലാം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, നമുക്കതറിയാം. പക്ഷേ അത് ഒന്നുകൂടെ ആലോചിക്കുമ്പോൾ നമ്മൾ രാഷ്ട്രീയമായിട്ടുള്ള മുൻവിധികളില്ലാതെ നിഷ്പക്ഷമായിട്ട് അങ്ങോട്ട് ആലോചിച്ചാൽ കാണുന്ന കാഴ്ച എന്താണ്, അതിനകത്ത് 2 പ്രളയങ്ങൾ, കോവിഡ്, ഓഖി തുടങ്ങിയിട്ട് വലിയ ദുരന്തങ്ങളുണ്ടായ സമയമാണ്. ആ സമയത്തിനകത്തുകൂടെയാണ് ഇത് അച്ചീവ് ചെയ്യപ്പെട്ടത് എന്നത് ഈ പറയുന്ന രാഷ്ട്രീയ പക്ഷത്തിൻ്റെ രാഷ്ട്രീയ ദൃഢനിശ്ചയത്തിന് തെളിവായിട്ട് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രകടന പത്രിക ഞാൻ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇപ്പോൾ BJPയുടെ പ്രകടന പത്രികയിൽ എല്ലാ സർക്കാർ സ്കൂളുകളിലും ഇംഗ്ലീഷ് മീഡിയം കൊണ്ടുവരും എന്നൊരു പ്രഖ്യാപനമുണ്ട്. എല്ലാ സർക്കാർ സ്കൂളുകളിലും ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ഉണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ നല്ലോണമാണ്. അപ്പോൾ അത് പക്ഷേ BJPക്കാർ എഴുതി വെച്ചിരിക്കും. ഇതൊക്കെ ഇവിടെ നടന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അത് ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും, പിന്നെ കേവല ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യും, 5 ലക്ഷം പേരെ കൂടെ കണ്ടെത്തിയിട്ട് കേരളത്തിൽ പഠിക്കുന്ന എല്ലാവർക്കും ജോലി ഉറപ്പുവരുത്തും, 5 ലക്ഷം കുടുംബങ്ങൾ അങ്ങനെ പിന്നെ ഇതെല്ലാം വലിയ കാര്യങ്ങളായിട്ട് തന്നെ കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. ഞാനിതിനെ പ്രകടന പത്രിക വളരെ ഗൗരവത്തിലെടുക്കുന്ന ഒരാളായതുകൊണ്ട് ഇതിനകത്തുള്ള എല്ലാ നിർദ്ദേശങ്ങളും നടപ്പാക്കാനുള്ളതാണ് എന്ന സന്തോഷമുണ്ട്. അധിക സന്തോഷം തോന്നിയൊരു കാര്യം വയോജനങ്ങളുടെ മുന്നോട്ട് പോക്ക് കുറെ കൂടെ മെച്ചമാക്കാനുള്ള പദ്ധതികൾ കൂടെ ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ പ്രായമായ ആളുകളുണ്ട്, പിന്നെ ഞാൻ തന്നെയും പ്രായമാവുകയാണ്. ഒരു 2, 3, 4 സർക്കാരുകൾ കഴിഞ്ഞാൽ നമ്മളൊക്കെ വൃദ്ധരാകും. അപ്പോൾ വാർദ്ധക്യം എന്നത് വളരെ ദുഃഖഭരിതമായിട്ടുള്ളൊരു ഒരു ബുദ്ധിമുട്ട് പിടിച്ച പരിപാടിയാണ് എന്ന് നമ്മൾ വൃദ്ധരായിട്ടുള്ള ആളുകളെ കാണുമ്പോൾ, നമ്മൾ വീടുകളിൽ കാണുമ്പോൾ നമുക്കറിയാം. അപ്പോൾ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം വീടുകൾക്കകത്ത് വാർദ്ധക്യമുള്ള ആളുകളെ, രോഗപീഠകളാൽ വലയുന്ന ആളുകളെ വീടുകൾക്കകത്ത്
തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഭൂരിപക്ഷം അല്ലെങ്കിൽ ഒരു വലിയൊരു ശതമാനം ആളുകൾക്കും ബുദ്ധിമുട്ടാണ്. വലിയ പ്രയാസങ്ങളുണ്ട്. ചെറിയ ചെറിയ പണം കിട്ടി ജീവിക്കുന്ന അതാത് ദിവസത്തെ ജീവിതം കടന്നു പോകുന്ന ആളുകൾക്ക് ഈ വൃദ്ധരെ നോക്കുക എന്നുള്ളത് അവരുടെ മേലെ അധിക ബാധ്യമായിട്ട് വരികയാണ്. ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എല്ലാവരും നമ്മുടെ നാട്ടിലെ ആളുകൾ നന്നായിട്ട് നോക്കും. അച്ഛനെയും അമ്മയെയും അപ്പൂപ്പനെയും അമ്മൂമ്മയും ഒക്കെ നന്നായിട്ട് നോക്കും. അതിനകത്ത് പൊതു സംവിധാനങ്ങളുടെ ഒരു സഹായമുണ്ടെങ്കിൽ അവരുടെ നല്ല ജീവിതത്തിന്, അവരുടെ ബാക്കി ശിഷ്ടജീവിതം നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് ഈ കുടുംബങ്ങൾക്കകത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആ കുടുംബാംഗങ്ങളെ സഹായിക്കാനുള്ള ഒരു പൊതുപരിപാടി ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ മെച്ചപ്പെട്ടതായേനെ എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. അത് ഇതിനകത്ത് ഒരു വരിയായിട്ടാണെങ്കിലും കണ്ടുവന്നത് എനിക്കൊരു അധിക സന്തോഷമുണ്ടാക്കി. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയുന്ന ശീലമുള്ള ഇതെന്ന് അവകാശപ്പെടുന്ന LDF സർക്കാർ അവരുടെ പ്രകടന പത്രികയിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി എഴുതി വെച്ചത് കണ്ടപ്പോൾ എനിക്ക് വളരെ കൊള്ളാമല്ലോ എന്നൊരു തോന്നലുണ്ടായി. എനിക്കും അതായത് ഞാനും വിചാരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞ പോലെ ചെയ്യാൻ വേണ്ടി പറയുന്നത് എന്ന് പറയുന്ന പോലെ വാക്കും പ്രവൃത്തിയും ശരിയായി വരണമെങ്കിൽ വാക്ക് പറയുന്നത് അത് പ്രവർത്തിക്കാൻ കൂടി ആകണം എന്ന് വിചാരിക്കുന്ന ആളാണ്. അതിൽ പക്ഷേ വാക്ക് പറയുമ്പോൾ അതിലൊരു കാഴ്ചപ്പാടും ഒരു കണക്ക് കൂട്ടലും എന്ത് തന്നെയായാലും വേണം. എങ്കിൽ മാത്രമേ അത് പ്രവൃത്തിയിൽ വരികയുള്ളൂ. ഈ വാക്കിലുള്ള കണക്ക് കൂട്ടലും കാഴ്ചപ്പാടും അത് അങ്ങനെയെങ്കിൽ മാത്രമേ അത് പ്രവൃത്തിയിൽ വരികയുള്ളൂ. അല്ലാത്ത പക്ഷേ അതൊരു വെറും വാക്കായി പരിണമിക്കുകയുള്ളൂ. അപ്പോൾ നിലവിൽ ഈ പ്രകടന പത്രിക പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കണക്ക് കൂട്ടി തന്നെയാണ് കാര്യങ്ങളെയൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ്. അത് അവസാനം പ്രഖ്യാപിച്ച ബജറ്റിലാണെങ്കിലും ഇത് നടത്താനാണ് ഞങ്ങളിത് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മുടെ KN ബാലഗോപാൽ ധനമന്ത്രി അടക്കം പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ആ വാക്ക് വിശ്വാസത്തിലെടുത്താൽ തന്നെയും നമ്മൾക്ക് കണക്കുകൾ തന്നെ പരിശോധിക്കാം. അപ്പം മലയാളികൾക്ക് എപ്പോഴും ഒരു സ്വഭാവമുണ്ട്, ഒരു പറച്ചിലുണ്ട്, കാണം വിറ്റും ഓണം ഉണ്ണണം എന്നൊക്കെ. സത്യത്തിൽ അങ്ങനെ ഒരു തലത്തിലേക്ക് മലയാളിയെ വീണ്ടും വീണ്ടും അത് പറയാൻ വിശ്വസിപ്പിക്കുന്നത് ഇവിടെ നിൽക്കുന്ന സർക്കാരുകൾ തന്നെയാണ്. കാരണം വലിയ ഞെരുക്കത്തിനിടയിലും നമ്മുടെ കടപരിധി വെട്ടിക്കുറച്ചിട്ടുണ്ട്, നമ്മളെ സാമ്പത്തികമായി ഞെരുക്കുന്നുണ്ട് കേന്ദ്രം. പക്ഷേ ഈ വലിയ ഞെരുക്കത്തിനിടയിലും തെറ്റില്ലാത്ത രീതിയിൽ ഒരു സമൂഹത്തെ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉറപ്പാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ LDFന് കഴിഞ്ഞിട്ടുണ്ട്. അത് അവർ പ്രകടന പത്രികയിൽ പറഞ്ഞ പോലെ ഇന്ന് പ്രഖ്യാപിക്കുമ്പോൾ പറഞ്ഞ പോലെ 99% ആ പ്രകടന പത്രികയിലുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റോ അടിസ്ഥാനമാക്കി തന്നെ പ്രവർത്തിച്ചു പോയ 10 വർഷങ്ങളാണ്, 5 വർഷങ്ങളാണ് കാണുന്നത്. അതിനു മുമ്പും ഇങ്ങനെ തന്നെയായിരുന്നു അവർ തുടർന്ന് വന്നിരുന്നത്. അതിൽ തന്നെ അപ്പോഴും 2500 രൂപയാണ് അവർ പെൻഷൻ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ അത് 2000-ൽ നിർത്തി എന്ന് കാണുമ്പോൾ ഇടയിലൊക്കെ ആരുടെ പ്രതികരണങ്ങളൊക്കെ തേടിയിരുന്നു. അപ്പോൾ ഞാനും ശ്രദ്ധിച്ചത് നമുക്ക് സാമ്പത്തിക ഞെരുക്കമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വാക്ക് പറയുക മാത്രമല്ല അതിലൊരു കണക്ക് കൂട്ടൽ കൂടി അവർ അത് നടത്തുന്നുണ്ട്. കാരണം അല്ലാത്ത പക്ഷം അവർക്ക് 2000-ൽ നിർത്തേണ്ട കാര്യമില്ലല്ലോ, ആവോളം വാരിക്കോരി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഒരു 65 ലക്ഷം പേർക്കോളം 62 ലക്ഷം പേർക്കോളം ഈ ക്ഷേമ പെൻഷനൊക്കെ ലഭ്യമാക്കണമല്ലോ. സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു വലിയ കണക്ക് കൂട്ടൽ അവർക്കുണ്ടാവും. അപ്പോൾ നമുക്ക് തോന്നും ഒരു പ്രധാനമായും കേൾക്കുന്ന ഒരു ആക്ഷേപം നിങ്ങളുടെ ആഭ്യന്തര കടം കൂടിയല്ലോ എന്നുള്ളതാണ്. പൊതുകടം കൂടി കേരളത്തിന് ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുക്കാനായാലും കടമെടുക്കണം, എല്ലാത്തിനും കടമെടുക്കണം എന്നൊക്കെയുള്ള ഒരു ആക്ഷേപമാണ് ഉയർന്നു വരുന്നത്. പലതവണ അത് വിശദീകരിക്കാൻ ഇവിടെ പലരും മുതിർന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ പറയാം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനമാണ് സത്യത്തിൽ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത്. നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി പരിശോധിക്കുമ്പോൾ അതിൽ തന്നെ കേരളത്തിൻ്റെ തനത് നികുതി വരുമാനം എന്നുള്ളത് 65.61%. അതിൽ റവന്യൂ വരുമാനത്തിൻ്റെ 60-ലധികം സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനവുമാണ്. നമ്മുടെ വാർഷിക വളർച്ചാ നിരക്ക് എന്നുള്ളത് 20%-ൽ കൂടുതലാണ്. അതായത് തനത് നികുതി വരുമാനത്തിൽ മികച്ച വളർച്ചാ നിരക്ക് നമ്മൾ നിലനിർത്തുന്നുമുണ്ട്. പിന്നെ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികാവസ്ഥ അളക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഒരു മാനദണ്ഡം എന്നുള്ളത് മൊത്ത ആഭ്യന്തര ഉൽപ്പാദനമാണ്. അത് GSDP എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഈ CAG കണക്കുകളൊക്കെ അനുസരിച്ച് ഈ കടവും ഈ GSDPയും തമ്മിലുള്ള അനുപാതമാണ് സത്യത്തിൽ ഇത് നിർണ്ണയിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കേരളം 15ാമതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1ാമതാണ്. ഈ കടം കയറി മുടിഞ്ഞിരിക്കുന്നു പൂച്ചപെറ്റ ഖജനാവ് എന്ന് പറയുമ്പോൾ പോലും ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമ്മൾ 15ാമത് മാത്രമാണ് മുഴുവൻ ഇന്ത്യയിലുള്ളത്. അതെ. അത് മാത്രമല്ല കടത്തിൻ്റെ വളർച്ചാ നിരക്ക് കുറഞ്ഞിട്ടുണ്ട്. പൊതുകടവും കുറഞ്ഞിട്ടുണ്ട്. 2024-25 കാലയളവിൽ 23.33% മാത്രമായി പൊതുകടം കുറഞ്ഞിട്ടുമുണ്ട്. അതായത് ഈ CAG വിശകലനങ്ങളും ഔദ്യോഗിക കണക്കുകളൊക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം ശക്തമായി നിലനിൽക്കുകയും പൊതുകടം കുറയുകയും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നൊരു വാദം അത് അസ്ഥാനത്താണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രഷറിയിൽ 4002 കോടി അങ്ങനെയല്ലേ ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത്, ബാക്കിയുണ്ട് എന്നും കൂടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അവർക്കൊരു കണക്ക് കൂട്ടലുണ്ട്. അങ്ങനെയുള്ളവർക്ക് സ്വാഭാവികമായും സനീഷ ഈ LDF പ്രകടന പത്രികയിൽ പറഞ്ഞിട്ട് ഉള്ള പോലെ തുടർച്ച ഉറപ്പാക്കാനോ നടത്താനോ കഴിയും.
അവർക്ക് ലൈഫ് മിഷൻ 2.0 പ്രഖ്യാപിക്കാം, കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രഖ്യാപിക്കാം, മാത്രവുമല്ല അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ കൂടുതൽ കാര്യങ്ങളും പ്രഖ്യാപിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള ഒരു സാഹചര്യം അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് മുന്നോട്ട് വെച്ചാണ് LDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. 2021 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രഖ്യാപിച്ച 900 വാഗ്ദാനങ്ങളിൽ 850 എണ്ണവും 2016 പ്രകടന പത്രികയിലെ 600-ൽ 580 എണ്ണവും പാലിച്ചിട്ടുണ്ട് എന്നാണ് LDF പ്രോഗ്രസ് കാർഡ് നിരത്തി അവകാശവാദം ഉന്നയിക്കുന്നത്. ആ ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഭാവിയിലേക്കുള്ള കൃത്യമായ വികസന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്നതിനൊപ്പം ഇതുവരെ കാഴ്ചവെച്ച പ്രവർത്തനങ്ങളെയും പ്രകടന പത്രികയിൽ ഉദാഹരണമായി മുന്നോട്ട് വെക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. അടുത്തിടെ ഉയർന്ന രാഷ്ട്രീയ ആരോപണങ്ങളെ തങ്ങളുടെ പ്രകടന പത്രിക മുൻനിർത്തി ഇടതുമുന്നണിക്ക് മറികടക്കാനാകുമോ എന്ന് കാത്തിരുന്നു കാണാം.